12 വർഷമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുടങ്ങിക്കിടന്ന ഓഡിറ്റിംഗ് നടപടികൾക്കൊടുവിൽ തുടക്കം. 2013 മുതൽ ഏകദേശം 1400 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കാനുള്ളത്. ആശുപത്രി വികസന ഫണ്ടിലെ കോടികളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പ്രത്യേക സംഘം പരിശോധന ആരംഭിച്ചത്. 12 വർഷമായി മുടങ്ങിക്കിടന്ന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓഡിറ്റിംഗ് നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ 10 അംഗ സംഘമാണ് ആശുപത്രിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രിയുടെ കണക്കുകൾ ക്രമീകരിച്ച് രേഖകൾ ഓഡിറ്റ് വകുപ്പിന് കൈമാറുന്നതിൽ അധികൃതർ വരുത്തിയ കാലതാമസമാണ് ഇത്രയും വർഷം ഓഡിറ്റിംഗ് നടക്കാതിരുന്നതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 കോടി രൂപയിലധികം ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനമായിട്ടും എല്ലാ വർഷവും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കപ്പെട്ടിരുന്നില്ല. 2013 മുതൽ ഏകദേശം 1400 കോടി രൂപയുടെ കണക്കുകളാണ് ഇനി പരിശോധിക്കാനുള്ളത്. ആശുപത്രി വികസന ഫണ്ടിൽ 1 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തുടർന്ന് കാര്യമായ നടപടികൾ ഉണ്ടായിരുന്നില്ല. അഴിമതി ആരോപണങ്ങൾ ശക്തമായ സമയത്ത് 5 വർഷത്തെ ദൈനംദിന കണക്കുകൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് ഓഡിറ്റിന് വിധേയമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണം പിന്നീട് നടന്നിരുന്നില്ല. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നത്. ഇതിനിടെയാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്ന സമഗ്ര ഓഡിറ്റിന് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പ്രത്യേക സംഘം തുടക്കമിട്ടിരിക്കുന്നത്. പരിശോധനയുടെ ഫലവും കണ്ടെത്തലുകളും നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് വിവിധ കോണുകളിൽ നിന്നുള്ള നിരീക്ഷകർ. മീഡിയ ടൈം, തൃശൂർ.